ഓൾ, ഇന്ന് നമുക്ക് ഡേറ്റ അനാലിസിസിന് ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ടൂളായ പവർ ബിയിലേക്ക് എക്സലിൽ നിന്നുള്ളൊരു ഡേറ്റ എങ്ങനെ ലോഡ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ എക്സൽ വർക്ക് ബുക്ക് സെലക്ട് ചെയ്ത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഡേറ്റ ലോഡ് ചെയ്യുന്നതിനുള്ള കുറച്ച് ടൈമുണ്ട്, അതിനുള്ളിൽ ഡേറ്റ നമുക്ക് ലോഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്ന ഡേറ്റാസിനകത്ത് നിന്നും ടേബിൾ മോഡലിൽ കിടക്കുന്ന ഡേറ്റാസ് 4 ടേബിളാണുള്ളത്. 4 ടേബിളും സെലക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ നിന്നും ലോഡ് ആൻഡ് ട്രാൻസ്ഫോം 2 ഓപ്ഷൻസ് കിട്ടും. എൻ്റെ ഡേറ്റ ഒരു ക്ലീൻഡ് ഡേറ്റ ആയതുകൊണ്ട് ഞാൻ ട്രാൻസ്ഫോം ചെയ്യാതെ ഡയറക്റ്റ് പവർ ബിയിലേക്ക് ലോഡ് ചെയ്യിക്കുകയാണ്. ഇവിടെ നമുക്ക് ലോഡിങ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പവർ ബിയുടെ ഡേറ്റ പെയിനകത്ത് നമ്മൾ ലോഡ് ചെയ്തേക്കുന്ന 4 ടേബിൾസും വന്നിരിക്കുന്ന കാണാൻ സാധിക്കും. അതുപോലെ ആ ടേബിൾസ് ഓപ്പൺ ചെയ്ത് നോക്കുന്നതിന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റിപ്പോർട്ട് വ്യൂ, ടേബിൾ വ്യൂ, മോഡൽ വ്യൂ ഇങ്ങനെയുള്ള സെക്ഷൻസിനകത്തു നിന്നും ടേബിൾ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡേറ്റ ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കും. ഓരോ ടേബിളായിട്ട് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ടേബിൾ വ്യൂവിനകത്ത് ഡേറ്റാസ് സെലക്റ്റായി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കിവിടെ 4 ടേബിൾ ഉള്ളത് കൊണ്ട് തന്നെ മോഡൽ വ്യൂ ഉപയോഗിച്ച് നമുക്കതിനെ കണക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയാണ് എക്സലിൽ നിന്നുള്ളൊരു ഡേറ്റ പവർ ബിയിലേക്ക് ലോഡ് ചെയ്യുന്നത്. കൂടുതൽ അഡ്വാൻസ്ഡ് വീഡിയോസിനായി GTech Brainpower ഫോളോ ചെയ്യുക. ദിസ് ഇസ് കാർത്തിക, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഫ്റ്റ്വെയർ, സൈനിങ് ഓഫ്.